ഞാൻ എൻ്റെ കാറിൽ വരും. ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും. അപ്പോൾ നിങ്ങൾ ഇഷ ഇഞ്ഞ ജജ്ജ വരയ്ക്കുന്നത് ഞാൻ കാണും. പക അത് വീട്ടാനുള്ളതാണ്. റിവെഞ്ച് മസ്റ്റ് ബി ടേക്കൺ. ഞാൻ എൻ്റെ കാറിൽ വരും. ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും. അപ്പോൾ നിങ്ങൾ ഇഷ ഇഞ്ഞ ജജ്ജ വരയ്ക്കുന്നത് ഞാൻ കാണും. ഈ ഡയലോഗ് കേട്ട് ചിരിക്കാത്ത മലയാളികൾ വിരളമായിരിക്കും. വാശിയോടെ പഠിച്ച് വലിയ ആളാവണം, വാശിയോടെ അധ്വാനിച്ച് വലിയ പണക്കാരനാകണം, നാട് വിട്ടുപോയി പണക്കാരനായി തിരിച്ചു വന്ന് പക വീട്ടുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേഷ്യവും സങ്കടവും വൈരാഗ്യവും പേടിയുമെല്ലാം കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിച്ച് നമ്മുടെ എനർജിക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡിസ്ട്രക്റ്റീവായി ഉപയോഗിക്കുന്നതിലും വളരെ ലാഭകരമാണ്, ബുദ്ധിപരമാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ നോക്കിക്കോ, ഞാൻ തിരിച്ചു വരും, എനിക്ക് ചില ചോദ്യങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, നിങ്ങളെ താലപ്പൊലി എന്തി സ്വീകരിക്കും, ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. മറ്റു കോണ്ടെക്സ്റ്റിൽ പറയും, എന്നെ അപമാനിച്ചിറക്കി വിട്ട വഴികളിലൂടെ എനിക്ക് നെഞ്ചും വിരിച്ച് നടക്കണം, അതെൻ്റെ പ്രതികാരമാണ് എന്നൊക്കെ. കാലചക്രം തിരിയുമ്പോൾ ഈ കാര്യം എങ്ങനെ ഇരിക്കും ഏകദേശം നമുക്ക് നോക്കാം. കാലചക്രം തിരിയുമ്പോൾ ഈ കാര്യം വരാനുള്ള ഒരു സാധ്യത, പല സാധ്യതകളുണ്ട്, ഒരു സാധ്യത നമുക്കൊന്ന് നോക്കാം. ഞാൻ കാണിച്ചു തരാം, എനിക്ക് തിരിച്ചു വന്ന് ചില ചോദ്യങ്ങൾ മുഖത്ത് നോക്കി ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നെല്ലാം പറയും. നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ വാശി, ഈ രീതിയിലുള്ള വാശി കുറയുകയും നിങ്ങൾക്ക് പുതിയ നെറ്റ്വർക്കിങ്ങും കണക്ഷൻസും വരികയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോകാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങളിപ്പോൾ ആ സ്ഥലത്ത് തന്നെ, ആ കോണ്ടെക്സ്റ്റിൽ തന്നെ വന്നെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കാണിച്ച് ചോദ്യം ചോദിക്കാനുള്ള ആള് അല്ലെങ്കിൽ ആൾക്കാർ അവരെ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതം, അവരുടെ അനുഭവങ്ങളെല്ലാം അവരെ വേറൊരു രീതിയിലേക്ക്, അവർക്ക് ഈ ഒരു മെന്റാലിറ്റിയെ ആയിക്കൊള്ളണമെന്നില്ല. ഇനി താലപ്പൊലി എന്തി സ്വീകരിക്കും, നോക്കിക്കോ എന്നൊക്കെ പറയുന്ന ഒരു അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയും. താലപ്പൊലി എന്തി സ്വീകരിക്കുന്ന അതൊരു പറച്ചിലാണ്. ശരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാലിഡേഷനും റെക്കഗ്നിഷനും റെസ്പെക്റ്റും ഒരു സ്ഥലത്തു നിന്നല്ല പല സ്ഥലത്തു നിന്നും കിട്ടും. ഇനി ഈ പറഞ്ഞ സോക്കോൾഡ് സ്ഥലത്ത് നിന്നൊരു താലപ്പൊലി പോലെയുള്ള ഒരു ട്രീറ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നിരിക്കെ തന്നെ, നിങ്ങൾക്കിതൊരു സാധാരണ വേ ഓഫ് ലൈഫ് ആയതുകൊണ്ട് ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ജസ്റ്റ് ലൈക്ക് അനദർ ഡേ ഫോർ യു. ഇനി ആ വഴികളിലൂടെ എന്നെ അപമാനിച്ചിറക്കി വിട്ട വഴികളിലൂടെ എനിക്ക് ഒന്നും കൂടെ നടക്കണം, നെഞ്ചും വിരിച്ച് നടക്കണം, അതെൻ്റെ വാശിയാണ് എന്നെല്ലാം പറയും. ഈ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായിരിക്കും അത്. ആ സമയത്ത് ചിലപ്പോൾ പഞ്ചായത്ത് റോഡോ മറ്റോ ആയിരിക്കും. അപ്പോൾ ആ റോഡ് തന്നെ ടാർ റോഡായിട്ടുണ്ടാകാം, ടൈൽ റോഡായിട്ടുണ്ടാകാം, കോൺക്രീറ്റ് റോഡായിട്ടുണ്ടാകാം. അവിടെയുള്ള ബിൽഡിങ്സും കാര്യങ്ങളും വീടുകളും എല്ലാം പുതുക്കി പണിതിട്ടുണ്ടാകാം. മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ് വന്നിട്ടുണ്ടാകാം, പലേഷ്യൽ ബിൽഡിങ്സ് വന്നിട്ടുണ്ടാകാം, ഷോപ്പിംഗ് കോംപ്ലക്സസ് വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ ഒപ്പമുള്ള പല ആൾക്കാരും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കാം, അവിടെ കാണണമെന്നില്ല. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും തന്നെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാം, ചിലപ്പോഴുണ്ടായിരിക്കാം. ഉള്ളവർ തന്നെ വളരെയധികം വീക്കായിരിക്കാം, ഇമോഷണലി കണക്ട് ചെയ്യണം എന്നുണ്ടാകാൻ പറ്റില്ല. പിന്നെ പുതിയ ജനറേഷൻ ആയിരിക്കും, അവരെ ഒന്നും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവണമെന്നില്ല, നിങ്ങൾക്കും അവരെ പരിചയം ഉണ്ടാകണമെന്നില്ല. പുതിയ ജനറേഷൻ പുതിയ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഔട്ട് ഓഫ് നോവെയർ ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും നിങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ ഒരു എനർജി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പോൾ വോൾട്ടിന് സ്റ്റിക്ക് ഒരു പ്രഷറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പോലെ, അപ്പുറത്ത് ചാടിക്കടന്നു കഴിയുമ്പോൾ ആ സ്റ്റിക്ക് ഉപേക്ഷിക്കുന്നത് പോലെ, ഇതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയും. മനുഷ്യൻ നെഗറ്റിവിറ്റി കാന്തം പോലെ വലിച്ചെടുക്കുന്ന ഒരു പ്രകൃതം മനുഷ്യർക്കുണ്ട്.
അത് സ്വാഭാവികവുമാണ്. നമ്മുടെ സർവൈവലിന് വേണ്ടി, സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനും ട്രാൻസ്മ്യൂട്ട് ചെയ്യാനുമാണ് സാധിക്കുകയുള്ളൂ. അതിനെ കളയാനായിട്ട് സാധിക്കില്ല. ഒരു ഫിയർ വന്നാൽ, ഒരു സാഡ്നെസ് വന്നാൽ, ഒരു ആങ്കർ വന്നാൽ സ്വിച്ചിട്ട പോലെ അത് പോവില്ല. അതിന് പകരം ആ എനർജിയെ റെഗുലേറ്റ് ചെയ്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് ആരെങ്കിലും കാണിക്കാനോ ആരോടെങ്കിലുമുള്ള വാശി തീർക്കാനോ എന്തെങ്കിലും തെളിയിക്കാനോ അല്ല. സ്വയം സ്നേഹിക്കാനും സ്വയം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയും സ്വന്തം സാറ്റിസ്ഫാക്ഷനും വേണ്ടിയും ആണ്. അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. നമ്മളോട് തന്നെയുള്ള കമ്മിറ്റ്മെന്റ് ആണ്. നമ്മുടെ ഗ്രോത്ത് ലാഡറിലേക്ക് അടുത്തടുത്ത സ്റ്റെപ്പ് കയറി പോകാനുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. See you.